ഏതൊരു സംരംഭം തുടങ്ങുമ്പോൾ ആദ്യമായി സംരംഭത്തിലേക്ക് കൊണ്ടുവരേണ്ടത് അറിവാണ്. അറിവ് എന്നൊരു സംഭവം ഇല്ല എങ്കിൽ നമ്മൾ ആദ്യം മുതലേ പരാജയപ്പെടും. ഈ സംരംഭം തുടങ്ങാനുള്ള ഈ ഒരു പരിശീലന പരിപാടി തുടങ്ങാനുള്ള എൻ്റെ ആദ്യത്തെ ക്വാളിഫിക്കേഷൻ എന്ന് ഞാൻ കരുതുന്നത് ഈ മേഖലയിൽ ഞാൻ അഭിമുഖീകരിച്ച പരാജയങ്ങളാണ്. മറ്റൊരു സംരംഭകൻ ഇതേ പരാജയങ്ങൾ തുടരേണ്ടതില്ല. വിജയങ്ങൾ നമ്മളെ വലുതായിട്ടൊന്നും പഠിപ്പിക്കുന്നില്ല, പരാജയങ്ങളാണ് നമ്മളെ പല കാര്യങ്ങളും പഠിപ്പിക്കുന്നത്. ഞാൻ അറാഫത്ത്, ഞാൻ തിരുവനന്തപുരംകാരനാണ്. ഞാൻ പ്രൊഫഷനിൽ ഡോക്ടറാണ് എൻ്റെ പ്രൊഫഷൻ. എനിക്ക് എൻ്റെ വീട്ടിൽ കുറച്ച് പശുക്കളുണ്ട്. അപ്പോൾ ഞാൻ ഈ കോഴ്സിന് ഞാൻ ജോയിൻ ചെയ്തത് എങ്ങനെ നമുക്ക് നല്ല രീതിയിൽ ഒരു സസ്റ്റൈനബിളായിട്ട് എങ്ങനെ പിന്നെ ഡെയറി ഫാം ചെയ്യാമെന്നുള്ള ഒരു കൺസെപ്റ്റാണ് വന്നത്. പക്ഷേ എൻ്റെ കൺസെപ്റ്റൊക്കെ ആകെ മാറി സാറിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പോൾ. സാറിൻ്റെ ചില പോയിൻറ്റ്സ് 24 hour ഫീഡിങ്ങും നമ്മൾ കാശ് മുടക്കേണ്ടത് പിന്നെ കിടാരികളിലും ജെനറ്റിക്സിലുമാണ് കൂടുതൽ മുടക്കേണ്ടതെന്നുള്ളൊരു ഐഡിയ എനിക്ക് കിട്ടി. ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നു ഈ ക്ലാസ് എല്ലാവരും അറ്റൻഡ് ചെയ്യണമെന്നുള്ളത്. താങ്ക് യു. എൻ്റെ പേര് സനൽ. ഞാൻ കോട്ടയം കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് വരുന്നു. ഞാൻ ഈ ക്ഷീരമേഖലയുമായി ബന്ധപ്പെട്ട് എനിക്ക് യാതൊരുവിധ എക്സ്പീരിയൻസും ഒന്നുമില്ല. പുതിയൊരു സംരംഭം തുടങ്ങുന്നതിന് മുമ്പ് അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പഠിക്കണം എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഞാനിവിടെ വന്നത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ശാസ്ത്രീയമായ പശുപരിപാലനവും ഡയറി ഫാമിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ കഴിഞ്ഞത്. സാറിൻ്റെ ക്ലാസ്സുകൾ വളരെ നല്ലതായിരുന്നു, എനിക്ക് വളരെ ഹെൽപ്ഫുള്ളാണ്. ഇനിയുള്ള മുൻപോട്ടുള്ള പ്രയാണത്തിൽ ഇത് വളരെയധികം ഉപകരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹലോ, എൻ്റെ പേര് ലിജിൻ. ഞാൻ ട്രിവാൻഡ്രം സൈഡിൽ നിന്ന് വരികയാണ്. എനിക്ക് ഈ മേഖലയായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ വരികയാണ് ചെയ്തത്. ഈ സാറിൻ്റെ വീഡിയോ ഞാൻ കാണുന്നത് യൂട്യൂബിലാണ്. സാറിൻ്റെ വീഡിയോയിൽ കൂടുതലും ശാസ്ത്രീയപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ മേഖലയെപ്പറ്റി പറയുന്നതും എൻ്റെ പ്രസൻറ്റേഷൻ രീതിയും അങ്ങനെയാണ്. അതുകൊണ്ട് മോസ്റ്റ്ലി ഞാൻ ഒരു സയൻറ്റിഫിക് ടെമ്പറുള്ള ആളായതുകൊണ്ടും സാറിൻ്റെ ആ വേവലൊന്നും കറക്റ്റ് ആയതുകൊണ്ടും എനിക്ക് ഈ പ്ലേസാണ് തുടങ്ങുന്നതിൽ ആപ്റ്റായിട്ട് തോന്നിയുകൊണ്ടാണ് ഈ പ്ലേസ് തിരഞ്ഞെടുക്കുകയും ഈ സെഷൻ അറ്റൻഡ് ചെയ്യുകയും ചെയ്തത്. ഇങ്ങനത്തെ ഇതേപോലെയുള്ള ജയഹരൻ സാറ് പോലെയുള്ള ഒരുപാട് പേര് ഈ മേഖലയിൽ വന്ന് സെമിനാഴ്സൊക്കെ നടത്തിയാലേ നമ്മുടെ കർഷകർ മുന്നോട്ട് പോകുന്നതിൽ വിജയം കൈവരിക്കത്തുള്ളൂ. താങ്ക് യു. ഓക്കെ. എൻ്റെ പേര് ബ്ലേസി ജോർജ്. എൻ്റെ സ്ഥലം ഇവിടെ കൊല്ലമാണ്. ഫാം പാലക്കാടും ഉണ്ട്, ഇവിടെ കൊല്ലത്തും ഉണ്ട്. ഇപ്പം ഇവിടെ വന്ന് ഇപ്പോൾ ഒരു 3 days ആയപ്പോൾ എനിക്ക് പശു ഉള്ളതാണ്, 2 സ്ഥലത്ത് പശു ഉള്ളതാണ്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്നിട്ട് 2 കാര്യങ്ങളിലാണ് ഫോക്കസ് ചെയ്യാൻ പഠിച്ചത്. ഫസ്റ്റ് ഫീഡ്, 2 നെക്സ്റ്റ് ജനറേഷൻ, അതായത് നമ്മുടെ പശുക്കുട്ടികളുടെ പരിപാലനം. ഇത് രണ്ടും ആണ് ഞങ്ങൾ ഇനി ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ഒരു പ്രോഗ്രസ് ഉണ്ടാവുള്ളെന്ന് മനസ്സിലായി. താങ്ക് യു. ഞാൻ അഫ്സൽ, മലപ്പുറം തിരൂരിൽ നിന്നാണ് വരുന്നത്. ഞാൻ നിലവിൽ പശുഫാം നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. ഇവിടെ വന്ന് ക്ലാസ് കേട്ടപ്പോഴാണ് ഫാം എങ്ങനെ നടത്താം, ലാഭത്തിൽ നടത്താമെന്ന് അറിഞ്ഞത്. ഞാൻ ഫാം നടത്തുന്ന ജഗസാറ് കുറേ വീഡിയോകളൊക്കെ കണ്ടപ്പോഴാണ് മനസ്സിലായത് നമുക്ക്
ഫാം എങ്ങനെ ലാഭത്തിൽ നടത്തിക്കൊണ്ട് പോകാം എന്നുള്ളൊരു വന്നപ്പോഴാണ് ഇതിന് ഈ ക്ലാസ്സിന് വരാൻ തന്നെ കാരണം ഉണ്ടായത്. അപ്പോൾ ഇവിടെ നിന്നപ്പോഴാണ് ഞാൻ നടത്തുന്നതൊന്നും ഫാമല്ല, പശുക്കളെ വെറുതെ കെട്ടിയിട്ട് അതിൽ നമ്മൾ തൊഴിലായി കൊണ്ടെടുക്കുക എന്നുള്ളത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഫീഡിങ്ങും ബ്രീഡിങ്ങും മുൻഗണന കൊടുത്ത് വളർത്തണമെന്ന് ഇവിടുന്ന് മനസ്സിലായത് ഇത്ര മാത്രം. എൻ്റെ പേര് സനൽകുമാർ എന്നാണ്. ഞാൻ പാലക്കാടാണ് സ്ഥലം. ആക്ച്വലി ഞാൻ IT-യിലാണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിരുന്നു ഒരു ഫാം സെറ്റപ്പ് ചെയ്യണം എന്നുള്ളത്. പക്ഷേ അതിനെക്കുറിച്ച് നോളജ് ഉണ്ടായിരുന്നില്ല. കുറേ യൂട്യൂബ് വീഡിയോസാണ് കണ്ടിരുന്നത്. പലതിലും നമ്മൾ വഴിതെറ്റി പോകുന്ന രീതിയിലേക്ക് ഫീഡിങ്ങിൻ്റെ ആണെങ്കിലും മറ്റ് മിൽക്കിൻ്റെ കാര്യത്തിലാണെങ്കിലും പല കാര്യങ്ങളിലും പലരും പറയുന്നുണ്ടായിരുന്നു. സോ സയൻറ്റിഫിക്കലി നമുക്ക് എങ്ങനെയാണ് ഒരു ഫാം സെറ്റപ്പ് ചെയ്യുക എന്നതിനെക്കുറിച്ച് ആണ് 3 ദിവസത്തെ ഒരു ക്ലാസ്സിൽ നമുക്ക് ഒരു കോൺവെർസേഷൻസ് ഉണ്ടായിരുന്നത്. ആക്ച്വലി ഇത് ബെനിഫിഷ്യലാണ്. ഭയങ്കര നമ്മൾ ചിന്തിക്കാത്ത ലെവൽ, അതായത് അതിൻ്റെ ജെനറ്റിക്സിൽ എങ്ങനെയാണ് അല്ലെങ്കിൽ അതിൻ്റെ ഫീഡിങ് എങ്ങനെയാണ്, അതെങ്ങനെയാണ് കൊടുക്കേണ്ടത്, സയൻറ്റിഫിക്കലി കുറേയും കൂടി ഇമ്പ്രൂവ് ആയിട്ടുള്ള രീതിയിലേക്കാണ് നമ്മൾ ഫാം നടത്തേണ്ടത്. ഒരു ബിസിനസ് ലെവലിലാണ് നടത്തേണ്ടത്. അതിന് സയൻറ്റിഫിക്കലി നമ്മൾ ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ളതാണ് ഈ കഴിഞ്ഞ കോൺവെർസേഷൻസിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ ഫാമിലാണെങ്കിലും അല്ലെങ്കിൽ ഇതിനെ സറൗണ്ട് ചെയ്തിട്ടുള്ള ഇവിടെയുള്ള സ്റ്റേയിലാണെങ്കിലും ഹോസ്പിറ്റാലിറ്റി എന്ന് പറയുന്നത് വളരെ 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 നല്ലൊരു രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. എനിവേ താങ്ക് യു. നമസ്കാരം, എൻ്റെ പേര് ഗോകുൽ എന്നാണ്. കൊല്ലത്തു നിന്നാണ് ഞാൻ വരുന്നത്. അപ്പോൾ പശുവിനെ സംബന്ധിച്ചിടത്തോളം, ഡയറി ഫാമിങ്ങിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പണ്ട് കുട്ടിക്കാലത്ത് അപ്പൂപ്പൻ്റെ കൂടെ നിന്നിട്ടുള്ളൊരു പശുവിനോടുള്ള സ്നേഹവും കമ്പാഷനും ലവും മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനപ്പുറം ഒരു ലേണിംഗ് നോളജായിട്ടൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഞങ്ങളായിട്ട് സ്വന്തമായിട്ടൊരു മോഡൽ ഫാമിങ് ഇപ്പോൾ ആരംഭിച്ചു. അപ്പോൾ അതിനോട് ഭാഗമായിട്ട് തന്നെ 2 ഹെയ്ഫേഴ്സിനെ ഞങ്ങൾ കൊണ്ടുവന്നു. അപ്പോൾ ഹെയ്ഫേഴ്സിനെ എന്തായാലും പരിപാലിക്കണം, ഹെയ്ഫേഴ്സിൻ്റെ കാര്യങ്ങൾ നോക്കണം, അപ്പോൾ അവരെ വളർത്തിയെടുക്കണം. അങ്ങനെ ഒരു ഉദ്ദേശത്തോടു കൂടി യൂട്യൂബ് ചാനൽസ് ഒരുപാട് കാണാൻ തുടങ്ങി. അങ്ങനെ ഒരുപാട് ഇൻസ്പയർഡ് ആയി. സാറിൻ്റെ ഡിസ്ക്രിപ്റ്റീവ് തരത്തിലുള്ള എക്സ്പ്ലനേഷൻ ആണെങ്കിലും വളരെ കാൽക്കുലേറ്റീവ് ബേസിസിലുള്ള കണക്കുകളാണെങ്കിലും എന്തിലാണെങ്കിലും വളരെ ഇൻസ്പയർഡ് ആയിട്ടാണ് ഇപ്പോൾ ഈ ഒരു 3 ഡേയ്സ് ക്യാമ്പയിങ്ങിന് എത്തിയത്. അപ്പോൾ അതിനോട് ഭാഗമായിട്ട് ഇപ്പോൾ മനസ്സിലുണ്ടായിരുന്നതും ചെയ്തുകൊണ്ടിരുന്ന കൺസെപ്റ്റുമായിട്ട് എൻ്റയർലി ഓപ്പോസിറ്റ്. നമ്മൾ എവിടെ നിന്ന് തുടങ്ങണം, ഒരുപാട് ഈൽഡുള്ള പശുവിനെ സെലക്ട് ചെയ്യണം, അല്ലെങ്കിൽ ഒരുപാട് കറവ ഉണ്ടാക്കണം, ഒരുപാട് പ്രൊഡക്ഷൻ ഉണ്ടാക്കണം എന്നുള്ള ഒറ്റ ബേസിസിൽ നിന്നെല്ലാം മാറിയിട്ട് നമ്മൾ എവിടെ നിന്ന് തുടങ്ങണം, നമ്മുടെ പരിമിതികൾക്കനുസരിച്ച് എവിടെ നിന്ന് തുടങ്ങണം, എങ്ങനെ ചിന്തിക്കണം, റീപ്രൊഡക്ഷനും പ്രൊഡക്ഷനും എല്ലാ രീതിയിലും ജനറ്റിക്സും എല്ലാ രീതിയിലും മിക്സ് ചെയ്ത് ചിന്തിക്കേണ്ട ഒരു ഫാക്ടറാണെന്ന് ഈ ഒരു ക്യാമ്പിലൂടെ മനസ്സിലായി. ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായി. ഇപ്പോൾ പ്രാക്ടിക്കൽ നോളജ് ആണെങ്കിലും ഇൻസെമിനേഷൻ പാർട്ടാണെങ്കിലും ജനറ്റിക്സ് പാർട്ടാണെങ്കിലും ഈ കാര്യങ്ങളെക്കുറിച്ചൊന്നും യാതൊരു ഐഡിയ ഇല്ലായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു വേഗമായിട്ടാണെങ്കിൽ പോലും അതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ലായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് എല്ലാവരും വ്യക്തമായ ക്ലാരിഫിക്കേഷൻ കിട്ടി. ബാക്കി ഇനി ചെയ്യാൻ പോകുന്നത് കാര്യങ്ങളാണെങ്കിലും അക്വയർ ചെയ്യുന്ന നോളജ് ആണെങ്കിലും എല്ലാം ഇതിൻ്റെ ഒരു റെഫറൻസ് ബേസിസിലായിരിക്കും. ആൻഡ് താങ്ക്സ് ടു എവ്രി വൺ, താങ്ക്സ് ടു സാർ, ആൻഡ് താങ്ക്സ് ഫോർ ഓൾ ദ ഹോസ്പിറ്റാലിറ്റി പ്രൊവൈഡഡ്. താങ്ക് യു സോ മച്ച്. ഹായ്, ഗുഡ് ആഫ്റ്റർനൂൺ. എൻ്റെ പേര് അലൻ ബോസ്കോ. ഞാനൊരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണ്. ഐ എം ബേസ്ഡ് ഔട്ട് ഓഫ് തൃശ്ശൂർ. Dairy farming is a passion for me, and I've had a dairy farm since 2019. Visiting JK Farm and being part of this program was a wonderful experience in seeing how scientific breeding and scientific feeding impacts the health of the cow and the impact that it has on profitability. And it was also a wonderful experience to speak with different experts from different fields, including Dr. Abraham Mathiv and the National Director for ST Genetics. And to hear from someone like Mr. J. Krishnan, who has experimented a lot in this field and has experienced the highs and lows of dairy farming, it was a wonderful experience, and the hospitality is number one. So would recommend this program to everyone. എൻ്റെ പേര് മുഹമ്മദ്. ഞാൻ മഞ്ചേരിയിലാണ്. എനിക്കൊരു 20 പശുക്കളുള്ളൊരു ഫാം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി എക്സ്പാൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഫാമിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്താണ് ഇതുപോലെ ഈ JK ഫാമിൻ്റെ ഒരു ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നുണ്ടെന്ന് അറിയാൻ സാധിച്ചത്. അതുകൊണ്ട് ഇത് ഫാം മേഖല എത്ര തന്നെ പഠിച്ചാലും മതിയാവാത്ത ഒരു മേഖലയാണ്. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് ഒന്നുകൂടെ കൂടുതൽ വിശദമായിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ക്ലാസ്സിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചത്. എന്നാൽ ഇവിടെ വന്നപ്പോൾ ഇത് തീർച്ചയായിട്ടും പങ്കെടുക്കേണ്ടതായിരുന്ന ഒരു ക്ലാസ് തന്നെയാണെന്ന് എനിക്ക് ബോധ്യപ്പെടുകയാണുണ്ടായത്. കാരണം ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മെത്തേഡിൽ നിന്നും കുറച്ച് വിഭിന്നമായിട്ടുള്ള ഒരു മെത്തേഡാണ് ഇവിടെ നിന്നും പഠിപ്പിക്കുകയും അതിൻ്റെ ഉദാഹരണ സഹിതം
പ്രാക്ടിക്കൽ സൈഡ് നമുക്ക് മനസ്സിലാക്കി തരികയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി ഞാൻ ഫാം എക്സ്പാൻഷൻ ചെയ്യുന്ന സമയത്ത് കിടാരികളെ വാങ്ങി അതിനെ വളർത്തി ഈ പേഴ്സിനെ വാങ്ങി വളർത്തി വലുതാക്കി അതിനെ ഇൻസെമിനേറ്റ് ചെയ്ത് എൻ്റേതായിട്ടുള്ള പശുക്കുട്ടികളെ ഫാമിൽ വളർത്തിയെടുക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നു. അതാണ് എൻ്റെ തീരുമാനം. എൻ്റെ പേര് സ്റ്റീവ് ഗാഡ്വിനാണ്. എൻ്റെ നാട് മാർത്താണ്ഡം, കന്യാകുമാരി ഡിസ്ട്രിക്റ്റാണ്. അപ്പോൾ ഞാനിപ്പോൾ പ്രൊഡക്ഷൻ മാനേജറായിട്ട് ആഫ്രിക്കയിൽ ഒരു കാഷ്യൂ ബേസ്ഡ് കമ്പനിയിൽ വർക്ക് ചെയ്യുവാണ്. ചെറുപ്പം മുതൽ ഈ കൗ ഫാമിങ്, ഗോഡ് ഫാമിങ് അതിൽ ഇൻട്രസ്റ്റ് ഉണ്ട്. അല്ലാതെ തന്നെ ഇവിടെ നാട്ടിൽ ജോലി നോക്കുമ്പോൾ മുട്ടനാടിനൊക്കെ വാങ്ങി അങ്ങനെ ഉള്ളൊരു ചെറിയൊരു ഇത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു റിസർച്ചാണ്, ഇതൊക്കെ ഒത്തിരി കമ്മിറ്റ്മെൻറ്റൊക്കെ ഉണ്ട്. പക്ഷേ റിസർച്ച് സ്റ്റേജിലിരിക്കുമ്പോൾ ഒത്തിരി കൺഫ്യൂഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോഴാണ് JK സാറിൻ്റെ വീഡിയോ ഒക്കെ കാണാൻ സാധിച്ചതും ഒത്തിരി ക്ലാരിറ്റി ആയുള്ള സ്റ്റേറ്റ്മെൻറ്റ് കിട്ടിയതും ഈ JK സാറിൻ്റെ വീഡിയോയിലാണ്. അപ്പോൾ കമ്പാരിറ്റീവ്ലി ഞാൻ ഫോണിൽ ചോദിച്ചപ്പോൾ പുള്ളി ഈ ട്രെയിനിങ് അറേഞ്ച് ചെയ്തു. ഇവിടെ വന്ന ശേഷം 100% ക്ലിയർ ആയോ എന്ന് പറഞ്ഞാൽ അത് കുറച്ച് ഇതാണ്. ബിക്കോസ് ഒരു 3 ദിവസത്തിൽ പഠിക്കാനുള്ള കാര്യം ഇതല്ല. സോ ബട്ട് ന്യൂ സ്ട്രാറ്റജി ഒത്തിരി പുതുതായിട്ട് പഠിക്കാൻ സാധിച്ചു. ഇനിഷ്യലി സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പ് തന്നെ എന്തിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ക്ലാരിറ്റി. സോ ബിക്കോസ് ഓഫ് ദിസ് വി ക്യാൻ അവോയ്ഡ് മോർ ലോസസ്. സോ ഇത് ഒത്തിരി ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ട്. ജനറ്റിക്കൽ ഇംപ്രൂവ്മെൻറ്റ്, ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെൻറ്റ്, നോട്ട് ഓൺലി ഫോർ കറണ്ട് പ്രോഫിറ്റ്, ഇറ്റ്സ് അബൌട്ട് അവർ ഫ്യൂച്ചർ. സോ അത് നോക്കുമ്പോൾ ഒരു ബെസ്റ്റ് ക്ലാരിറ്റി എനിക്ക് കിട്ടിയിട്ടുണ്ട്. സോ ഇറ്റ് വിൽ ഹെൽപ്പ് മീ ടു ഇംപ്രൂവ് മോർ ഫോർ മൈ ഫ്യൂച്ചർ കരിയർ ആൻഡ് എവറിത്തിങ്. സെയിം ഇവിടെ ട്രെയിനിങ്ങിൽ വീട്ടിലുള്ള പോലെ ഒരു ഫീലും, ഫുഡ് കാര്യങ്ങൾ, ഹോസ്പിറ്റാലിറ്റി, ഒരു സ്ഥലത്തും ഒരു ആപ്പോസിറ്റ് ഫീൽ ഇല്ല. എല്ലാം ഒരു പോസിറ്റീവ് വൈബിലാണ് ഇരിക്കുന്നത്. സോ ഐ എം വെരി ഹാപ്പി ടു അറ്റൻഡ് ദിസ് ട്രെയിനിങ്. എൻ്റെ പേര് ജോർജ്. ഞാൻ അടൂർ, പത്തനംതിട്ട ജില്ലയിലെ അടൂർ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് വരുന്നു. ഞാൻ നേരത്തെ കുറച്ച് നാളൊരു പശുവിനെ വളർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ അനുഭവിച്ച പരാജയങ്ങൾ എന്താണെന്ന് കണ്ടുപിടിച്ചുകൊണ്ട് അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനൊരു ക്ലാസ്സിനെ കുറിച്ച് അറിയുകയും ഇവിടെ വരികയും ചെയ്തത്. അപ്പോൾ സാറിൻ്റെ ഇത്രയും കാലത്തെ അനുഭവങ്ങളും ഇൻ്റർനാഷണൽ നാഷണലായിട്ടുള്ള എക്സ്പോഷറും കൂടെ എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്ത് ഉണ്ടാക്കിയ ഈ ക്ലാസ് നമുക്ക് വളരെ ഉപയോഗപ്രദമായി അനുഭവപ്പെട്ടു. പ്രത്യേകിച്ച് ഒരു ഗുരുകുല വിദ്യാഭ്യാസത്തിലെ പോലെ സാറ് രാവിലെ തൊട്ട് രാത്രി വരെ ഞങ്ങളുടെ കൂടെ നിന്ന് എല്ലാ കാര്യങ്ങളും കാണിച്ചു തന്ന് അതുപോലെ പഠിപ്പിക്കുകയും ഞങ്ങളുടെ എല്ലാ സംശയങ്ങളും ഓരോന്നായി ക്ഷമയോടെ കേട്ട് അത് പറഞ്ഞ് തരികയും ചെയ്തു. വേറൊരു ഡയമെൻഷൻ ഫാമിങ്ങിൻ്റെ അതിനെക്കുറിച്ച് അറിയാനും പഠിക്കാനും ഇടയായി. ഇത് പുതുതായിട്ട് തുടങ്ങുന്നവർക്കും ഓൾറെഡി ഫാം നടത്തി എനിക്ക് നഷ്ടമാണ്, ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നവർക്കും ഇതിനെക്കൊണ്ടൊരു പുരോഗതി ഉണ്ടാകുന്നില്ല എന്ന് തോന്നുന്നവർക്കും വന്ന് നിർബന്ധമായും അറ്റൻഡ് ചെയ്തൊരു ക്ലാസ്സാണ് എന്ന് ആണ് എൻ്റെ അഭിപ്രായം. താങ്ക് യു. എൻ്റെ പേര് രാകേഷ് എന്നാണ്. ഞാനൊരു IT പ്രൊഫഷണലാണ്. അപ്പോൾ കഴിഞ്ഞൊരു 1 to 2 ഇയറായി ഞാനിങ്ങനെ ഒരു ഫാം ചെയ്യണം അല്ലെങ്കിൽ ഫാം ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു നോളജ് ഗെയിനിലെ ഒരു പ്രോസസ്സായിരുന്നു. അപ്പോൾ കുറേ വീഡിയോസും ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആക്സിഡൻ്റലി സാറിൻ്റെ 2-3 വീഡിയോ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ കേൾക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കിയ കുറേ കാര്യങ്ങളായിട്ട്, അതായത് ഒരു അപ്രോച്ച്, സാറിൻ്റെ അപ്രോച്ചും ഞാൻ മനസ്സിലാക്കിയൊരു അപ്രോച്ചും ഓൾമോസ്റ്റ് സെയിം ആണ്. ഒരു സയൻറ്റിഫിക് അപ്രോച്ച് അതിനകത്ത് ഉണ്ട് എന്നുള്ളതൊരു മനസ്സിലാക്കിയപ്പോൾ ഓക്കെ എനിക്കത് പ്രോഗ്രാം, ഇപ്പോൾ സാറ് പറഞ്ഞു ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ട് 3 days ഒരു വീഡിയോയിൽ കണ്ടപ്പോൾ ഞാനത് അപ്പോൾ തന്നെ സാറിനെ കോൺടാക്ട് ചെയ്ത് അങ്ങനെയാണ് ഞാനിവിടെ എത്തിയത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ഓൾമോസ്റ്റ് എനിക്ക് കുറേ കാര്യങ്ങൾ കണക്ട് ചെയ്യാൻ പറ്റി. അപ്പോൾ ഇത് എടുത്തയാടി ചെയ്യേണ്ട ഒരു പരിപാടിയല്ലെന്ന് മനസ്സിലായി. അപ്പോൾ പെട്ടെന്ന് നമ്മൾ 1-2 ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരു 1 year കൊണ്ടോ എടുക്കേണ്ട ഒരു തീരുമാനമല്ല അത്. ഇനിയും ഒരുപാട് ഇതിൽ പഠിക്കാനുണ്ട്. ഇനിയും എനിക്കൊരു ഒരു ഫോക്കസ് കിട്ടി എവിടെയൊക്കെയാണ് ഇനിയും ഞാൻ ലേൺ ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ ഇപ്പം മനസ്സിലായി. അപ്പോൾ അതെല്ലാം കുറച്ചും കൂടി റെഡിയായിട്ട് വേണം ഇതിലേക്ക് ഇറങ്ങണോ വേണ്ടയോ എന്നുള്ളൊരു കാര്യം ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ വന്നത് എന്തായാലും വേർത്താണ്. എല്ലാവരും ഇത് ആരൊക്കെയാണ് ഇതിൻ്റെ അല്ലെങ്കിൽ ഇതുപോലെ സ്റ്റാർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഫാം സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും, കാരണം
ഇപ്പം എനിക്ക് പറയാൻ പറ്റുന്നത് ഒരു സയൻറ്റിഫിക് അപ്രോച്ചിൽ ഇപ്പോൾ കേരളത്തിൽ ഇതുവരെ ഇതുപോലുള്ള ഒരു ക്ലാസ് ഇതുവരെ ഞാൻ സെർച്ച് ചെയ്ത വീഡിയോ ഞാൻ പറഞ്ഞു ഒരു 1 year ആയി ഞാൻ സെർച്ച് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു സയൻറ്റിഫിക് അപ്രോച്ചിൽ ഇതുവരെ ഒരാളും വീഡിയോ ഇതുവരെ കണ്ടക്ട് ചെയ്തില്ല, ക്ലാസ്സും കണ്ടക്ട് ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് പറയാൻ പറ്റും. കാരണം ഞാൻ ഇത്രയും എനിക്കിപ്പം പറയാനുള്ളൂ. എല്ലാവരും എന്തായാലും മസ്റ്റായിട്ടും ഇനിയും സാറ് കണ്ടക്ട് ചെയ്യുമ്പോൾ എല്ലാവരും വരണം. വന്ന് അല്ലെങ്കിൽ ഫാം നഷ്ടത്തിലായവരും ഇത് കണ്ടിന്യൂ വേണ്ടി പോകണം എന്നല്ല, ഇത് ഇമീഡിയറ്റ് ആയിട്ട് ഓക്കെ ചിലവർക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് പ്രോഗ്രസീവായി കൊണ്ടുപോകേണ്ടതെന്നില്ല, ഒരു പ്രോഗ്രസീവായിട്ട് തിങ്ക് ചെയ്യുന്നവർ മാത്രം വരിക, വന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്താൽ 100% അത് ബെനിഫിറ്റ് ആയിരിക്കുമെന്ന് എനിക്ക് പറയാനുള്ളത്. പ്രിയരെ, JK ഫാംസിൻ്റെ ആഭിമുഖ്യത്തിൽ നടന്ന പ്രഥമ ഡയറി സംരംഭകത്വ പരിശീലന പരിപാടി, അതിൻ്റെ ബാച്ച് 1 2025 ജാനുവരി മാസം 17-19 തീയതികളിൽ വിജയകരമായി പൂർത്തിയാക്കി. 15 പേർക്കായിരുന്നു പ്രവേശനം ലഭിച്ചത്. ഇത് അനൗൺസ് ചെയ്തപ്പോൾ തന്നെ ധാരാളം ആൾക്കാർ ഈ പ്രോഗ്രാമിൽ ചേരുവാൻ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു. 15 പേർക്ക് മാത്രമേ ഉള്ള സൗകര്യങ്ങളെ ഫാമിലുള്ളൂ. മാത്രമല്ല, ഒരു കോഴ്സിൻ്റെ മഹിമ നിലനിർത്തണമെങ്കിൽ ഒരു പരിധിയിലപ്പുറം ആൾക്കാരായി പറ്റുകയുമില്ല. ബാക്കിയുള്ളവർക്ക് വരും മാസങ്ങളിലെ പരിശീലന പരിപാടിയിൽ ചേരാൻ അവസരമുണ്ടാകും. ഈ പരിപാടി ഏതാണ്ട് ഞങ്ങൾ ഒരു ദിവസം ഒരു 8 മണിക്കൂർ 9 മണിക്കൂറോളം ഇൻ്ററാക്ഷൻസ് നടത്തി ലാഭം ഉണ്ടാക്കുന്നതെങ്ങനെ, എന്തൊക്കെയാണ് ചതിക്കുഴികൾ, എവിടേക്കാണ് കർഷകർ പൊതുവിൽ നഷ്ടമുണ്ടാക്കുന്നത്, എൻ്റെ ഫാം ഇക്കണോമിക്സ് എങ്ങനെയാണ് മുൻപോട്ട് കൊണ്ടുപോകുന്നത്, ഒരു ഫാം ലാഭകരമായി പ്രവർത്തിക്കാൻ എന്തൊക്കെ വേണം, ഫീഡിങ്, ബ്രീഡിങ്, ടച്ച് ചെയ്യാത്ത മേഖലകളുണ്ടായിരുന്നില്ല. ഡോക്ടർ എബ്രഹാം മാത്യുവിൻ്റെയും ഡോക്ടർ പ്രകാശ് കളരിക്കലിൻ്റെയും ഒക്കെ ക്ലാസ്സുകൾ വളരെ പ്രയോജനകരമായിരുന്നു. എല്ലാ ജോയിൻ ചെയ്ത എല്ലാ പാർട്ടിസിപ്പൻസും പറഞ്ഞു. എന്തായാലും ഇത് വളരെ സന്തോഷകരമായി പര്യവസാനിച്ചതിലും പരിശീലനം വളരെ പ്രയോജനകരമായി എന്ന് പലരും രേഖപ്പെടുത്തിയതിലും സന്തോഷമുണ്ട്. വരും മാസങ്ങളിലുള്ള പരിപാടികൾ ഈ കഴിഞ്ഞുപോയ പരിപാടിയിൽ നിന്നുള്ള കാര്യങ്ങൾ കൂടുതലായി ഉൾപ്പെടുത്തിക്കൊണ്ട് ഭംഗിയായി മികവോടെ നടത്താനാകുമെന്ന പ്രതീക്ഷയോടെ ഞങ്ങളുടെ 2ാം ബാച്ച് അതിൻ്റെ തീയതി ഫെബ്രുവരി മാസം 1-ാം തീയതി പ്രഖ്യാപിക്കുന്നതാണ്. ആ പരിപാടിയിൽ താല്പര്യപ്പെടുന്നവർ ഫെബ്രുവരി മാസത്തിന് ശേഷം 1-ന് ശേഷം ബന്ധപ്പെടുക. വീണ്ടും കാണാം.